അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. 10ാമത് എപ്പിസോഡ് കഴിഞ്ഞ് നമ്മൾ 11ാമത് എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമുക്ക് പ്രധാനമായിട്ട് പേട്ടകെട്ടിൻ്റെ ചരിത്രമാണ് അറിയേണ്ടുന്നത്. അയ്യപ്പസ്വാമിയുടെ കാലത്തും അതിനു മുൻപ് വീരമണികണ്ഠൻ്റെ കാലത്തും നടന്ന ഒരാഘോഷത്തെ ആസ്പദമാക്കിയുള്ളതാണ് പേട്ടകെട്ട്. മഹിഷിയുടെ വസനത്തിനു വേണ്ടി തയ്യാറായിക്കൊണ്ട് വീരമണികണ്ഠൻ തനിക്ക് കൂട്ടായി പരമാവധി ആളുകളെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ആ സന്തോഷാതിരേകത്തോടുകൂടി ഒരു ദുഷ്ടശക്തിയെ നിഗ്രഹിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ തയ്യാറായി ആഘോഷപൂർവ്വം നടത്തിയ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് അക്കാലത്ത് പേട്ടകെട്ട് വന്നതെങ്കിൽ, സ്വാമി അയ്യപ്പൻ്റെ കാലത്ത് ആ പേട്ടയ്ക്ക് മറ്റൊരു പ്രത്യേകതയാണ് ഉണ്ടായിരുന്നത്. ക്ഷേത്രം നശിപ്പിച്ച് ഭക്തരെ കൊല ചെയ്ത് നാടിനും നാട്ടാർക്കും പൂർണ്ണമായിട്ടും നാശകാരകനായിരുന്ന ഉദയനനെ വധിക്കുന്നതിനു വേണ്ടി തയ്യാറായി നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഓരോരോ യോഗങ്ങൾ സംഘടിപ്പിച്ച് ആ യോഗത്തിലുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുന്ന സ്ഥലമായിരുന്നു എരുമേലി. അവിടെ വച്ച് ഒരു കമ്പിൽ അന്നന്നത്തെ ഉപയോഗത്തിനുള്ള വസ്തുക്കൾ ഉൾപ്പെടെ, അതായത് ആഹാര സാധനങ്ങൾ ഉൾപ്പെടെ ഒരു തുണിയിൽ പൊതിഞ്ഞ് പൊക്കണമാക്കി ആ തണ്ടിൽ കെട്ടി അയ്യപ്പനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, സ്വാമിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അയ്യപ്പൻ സ്വാമി എന്നീ 2 പദങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആരും പരസ്പരം പേര് വിളിക്കാതെ അവരെല്ലാവരും ഒരുമിച്ച് അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ഉദയനൻ്റെ കോട്ട പിടിച്ചടക്കാൻ തയ്യാറായി പോകുന്ന ആ ഭാഗമാണ് പേട്ടയായിട്ട് ആഘോഷിച്ചത്. ഈ പേട്ടകെട്ടിൻ്റെ ചരിത്രം അവിടെ നിന്ന് ആരംഭിച്ചാൽ ഇന്നും സജീവമായിരിക്കുന്ന 2 യോഗങ്ങൾ, അക്കാലത്ത് ആരംഭിച്ച 2 യോഗങ്ങൾ തുടരുന്നതാണ്. ഒന്ന് അമ്പലപ്പുഴ പേട്ടയും 2 ആലങ്ങാട്ട് പേട്ടയും. യഥാർത്ഥത്തിൽ ജനുവരി മാസം 12-ാം തീയതി അഥവാ ജനുവരി മാസം 13-ാം തീയതിയാണ് പേട്ടകെട്ട് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തോന്നാം, എന്താണ് 2 ദിവസം പറയുന്നത്? 2 ദിവസം പറയാനുള്ള കാരണം, ജനുവരി മാസം 12-ാം തീയതി പേട്ടയാണ് വരുന്നതെങ്കിൽ അത് ആ വർഷത്തിൽ 3 ദിവസം കഴിഞ്ഞിട്ടാണ് മകരവിളക്ക് വരുന്നത്. അടുത്തത് 11-ാം തീയതിയാണ് വരുന്നതെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് 14-ാം തീയതി.
അപ്പം അത്യപൂർവമായി 14 തീയതിക്ക് പകരം 15 തീയതി മകരവിളക്ക് അഥവാ മകരരവി സംക്രമം സംഭവിക്കാറുണ്ട്. ഈ വർഷത്തിൽ 2025 ജനുവരി മാസം 11 തീയതിയാണ് പേട്ട. 12 തീയതി വന്നാൽ വരുന്നത് 15 തീയതിയാണ് മകരവിളക്ക് വരേണ്ടുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം മകരവിളക്ക് ജനുവരി മാസം 2025 ജനുവരി മാസം 14 തീയതിയാണ്. അങ്ങനെ പേട്ട കെട്ടാൻ വരുന്ന 2 കൂട്ടർ, ആ ദിവസങ്ങളിലാണ് പേട്ടയുടെ പ്രാധാന്യം. വ്രതധാരികളായി വരുന്ന ഈ ആളുകൾ പേട്ട കെട്ടുന്നത് അന്നത്തെ ദിവസമാണ്. മറ്റുള്ള ദിവസങ്ങളിൽ വരുന്ന തീർത്ഥാടകർ പേട്ട കെട്ടണമെന്ന് നിർബന്ധമില്ലാത്തതാണ്. അങ്ങനെ ഒരു ആചാരം പിൽക്കാലത്തിടയിൽ എപ്പോഴോ കടന്നു വന്നതാണ്. ഏറ്റവും അവസാനത്തെ പേട്ട, അതാത് വർഷത്തെ ഏറ്റവും അവസാനത്തെ പേട്ട എന്നുദ്ദേശിക്കുന്നത് അതിൻ്റെ കടശിയായിട്ട് വരുന്നത് അമ്പലപ്പുഴ പേട്ടയും ആലങ്ങാട് പേട്ടയുമാണ്. 12 തീയതി രാവിലെ 11 തീയതി രാവിലെ അമ്പലപ്പുഴ പേട്ടയും ഉച്ച കഴിഞ്ഞതിന് ശേഷം ആലങ്ങാട്ടുപേട്ടയും നടക്കുന്നതോടുകൂടി പേട്ട എന്ന് പറയുന്ന ആ ഉത്സവാതിരേകമായ പരിപാടി അവസാനിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ടുന്നത്, ഇന്നത്തെ സാഹചര്യത്തിൽ എരുമേലിയിൽ തിരുനട തുറന്നിരിക്കുന്ന മുഴുവൻ സമയങ്ങളിലും പേട്ടകെട്ട് നടക്കുകയാണ്. അപ്പോൾ ആചാരങ്ങളിൽ വെള്ളം ചേരുന്നതാണ് ഇതിനടിസ്ഥാനമായിട്ടുള്ളത്. അതൊരു ചൂഷണ വസ്തുവാക്കി മാറ്റുന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ പരിപാടി. അപ്പോൾ പലർക്കും തോന്നാം എന്താ അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഇതിന് തകിലും നാദസ്വരവും അകമ്പടി സേവിക്കാനായിട്ട് എവിടെ നിന്നോ വരുന്ന അവർക്ക് പ്രത്യേകം ഫീസ് ചുമത്തി ആ ഫീസ് വാങ്ങിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കുറച്ചൊന്നും പൈസയല്ല എന്ന് ആലോചിക്കണം. അതിനനുസരിച്ചിട്ട് ഈ വാദ്യഘോഷക്കാർ സ്വാമിമാരിൽ നിന്നും പിഴിയുന്നു. അപ്പൊ ഏതു തരത്തിൽ വന്നാലും ഇതിൻ്റെ എല്ലാം പരിണിത ഫലമായിട്ട് വരുന്ന ചൂഷണത്തിൽ പെടേണ്ടി വരുന്നത് മറ്റാരുമല്ല, സ്വാമിമാരാണ്. ഈ തരം ചൂഷണങ്ങളെയാണ് നമ്മൾ എതിരെ പറയേണ്ടുന്നതും എതിർത്ത് നിൽക്കേണ്ടുന്നതും. ആ കൂട്ടത്തിലാണ് ഈ വർഷം ചില പ്രത്യേകതകളായിട്ട് പേട്ട കെട്ടുന്നതിന് വേണ്ടി ഇവിടെ നിന്നും സന്നിധാനത്തേക്ക് കെട്ട് കഴിഞ്ഞു പോകുന്ന സ്വാമിമാർ ശരക്കോല് കൊണ്ടുപോകാറുണ്ട്. കാട്ടിൽ നിന്നും വെട്ടിയെടുക്കുന്ന ചെറിയ ചെറിയ തളിരിളം കമ്പുകളാണ് ശരക്കോൽ എന്ന അർത്ഥത്തിൽ തരുന്നത്. സത്യത്തിൽ 10 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന, അത് തന്നെ കൂടുതലാണ്, 10 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന ശരക്കോലിന് ഈ വർഷം ഞങ്ങൾ 100 രൂപയാണ് ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതും ചൂഷണമല്ലേ എന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഏത് സമയത്ത് എങ്ങനെ വന്നാലും അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യുന്നതിൽ ആരും പിന്നിലല്ല എന്ന വസ്തുതയാണ് നമ്മൾ അറിയേണ്ടത്. ആലങ്ങാട് പേട്ടയ്ക്കും അമ്പലപ്പുഴ പേട്ടയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. അത് ആദ്യത്തെ പേട്ട എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതനുസരിച്ച് അമ്പലപ്പുഴ പേട്ടയാണ്. ഈ അമ്പലപ്പുഴ പേട്ടയ്ക്ക് കെട്ടുന്നതിന് അവർ കൊച്ചമ്പലത്തിൽ നിന്നും പേട്ട കെട്ടി ഇറങ്ങി അയ്യപ്പനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് മുമ്പിൽ നടത്തിയാണ് അവർ പേട്ട കെട്ടിപ്പോരുന്നത്. ഈ ആനപ്പുറത്ത് എഴുന്നള്ളാൻ തയ്യാറായി നിൽക്കുന്ന ഭഗവാൻ എഴുന്നള്ളണമെങ്കിൽ ഒരു പരുന്ത്, രണ്ട് പരുന്തുകൾ ഈ പേട്ടയുടെ തലയ്ക്ക് മുകളിൽ വന്ന് വട്ടമിട്ട് പറക്കണം. എല്ലാ വർഷവും ഈ പ്രത്യേക ദിവസം, അതായത് അമ്പലപ്പുഴ പേട്ടയുടെ സമയത്ത് 2 പരുന്തുകൾ വന്ന് ഇതിന് മുകളിൽ വട്ടമിട്ട് പറക്കുമ്പോഴാണ് പേട്ടയ്ക്കുള്ള സിഗ്നൽ കിട്ടുന്നത്. വിശ്വാസമനുസരിച്ചിട്ട് അമ്പലപ്പുഴ കൃഷ്ണസ്വാമി അഥവാ അയ്യപ്പൻ്റെ, അതായത് മണികണ്ഠസ്വാമിയുടെ അമ്മയായിട്ടുള്ള മോഹിനിയാണ് അമ്പലപ്പുഴ കൃഷ്ണസ്വാമി എന്നുള്ള സങ്കല്പത്തിലാണ് ഇതിന് വേർഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കണം, അമ്പലപ്പുഴ ഗ്രാമത്തിൽ നിന്ന് അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്ന അവർക്ക് പേട്ടയുടെ പൂർണ്ണമായ രൂപം ആസ്വദിക്കുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും ഒരു സിഗ്നൽ എന്ന നിലയിലാണ് അമ്പലപ്പുഴ പേട്ടയുടെ മുകളിൽ ഈ പരുന്തു പറക്കുന്നത്. അത് ഈ 21-ാം നൂറ്റാണ്ടിലും നമുക്ക്
പൂർണ്ണമായിട്ടും ദൃശ്യഭംഗിയേകുന്ന ഒരു യഥാർത്ഥ സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തീർന്നില്ല. ആലങ്ങാട് പേട്ട എന്ന് പറയുന്നവർക്ക് അവർ പേട്ട കെട്ടി ഇറങ്ങി കൊച്ചമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അവർ പറയുന്നത് ആ സമയത്ത് ഏതാണ്ട് 2:30-3 മണി സമയത്ത് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന ഒരു നക്ഷത്രത്തെ കണ്ടിട്ടാണ് ഞങ്ങൾ പേട്ടയ്ക്ക് തയ്യാറാവുന്നത്. എന്തായാലും നക്ഷത്രത്തെ കണ്ടാലും ഇല്ലെങ്കിലും അത് ഒരു ചരിത്ര സംഭവമായി മാറ്റിക്കൊണ്ട് അവർ ആ യാത്ര ആരംഭിക്കുകയാണ്. പേട്ടയെ സംബന്ധിച്ചിടത്തോളം അതിനുപയോഗിക്കുന്ന ആ പദത്തെക്കുറിച്ചും കൂടി നമ്മൾ അറിയണം. സന്തോഷാതിരേകത്താൽ ആദ്യത്തെ സമയത്ത്, അതായത് വീരമണികണ്ഠന്റെ കാലത്ത് മഹിഷി നിഗ്രഹത്തിന് പോകുന്ന കൂട്ടത്തിലുള്ള ആളുകൾ ആഘോഷപൂർവ്വം വിളിച്ചു, അയ്യപ്പ തിന്തകത്തോം, സ്വാമി തിന്തകത്തോം. യഥാർത്ഥത്തിൽ അവരെന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞത്, അയ്യപ്പൻ ഉണ്ടകത്ത്, എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യവത്തായ വിശേഷം അയ്യപ്പസ്വാമിയാണ്. സ്വാമി നിന്റെ അകത്തവും, സ്വാമി നിന്റെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ അധികാരമില്ല, അവകാശമില്ല. അവിടെ ചിന്ത പൂർണ്ണമായി നിൽക്കുന്നത് അയ്യപ്പനെ കുറിച്ചാണ്, സ്വാമിയെ കുറിച്ചാണ്. ആ അടുത്ത ഭാഗം എന്ന് പറയുന്നത് വീരമണികണ്ഠൻ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കാലങ്ങൾക്ക് ശേഷം വന്ന സാക്ഷാൽ അയ്യപ്പനാണ്. ആ അയ്യപ്പനാണ് ഈ യോഗങ്ങളെല്ലാം കൂട്ടുകയും ഈ യോഗങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. അതനുസരിച്ചിട്ട് നോക്കുമ്പോൾ അവരും വിളിക്കുന്നത് ഇത് തന്നെ, അയ്യപ്പനുണ്ടകത്തോം സ്വാമി നിൻ്റകത്തോം. ഇവിടെ ഇത് എങ്ങനെ ഇങ്ങനെയായി എന്നുള്ളത് സംശയിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പൂർവാചാര കഥ നമുക്ക് ഉപോത്ബലവുമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. നിങ്ങൾ രാമായണത്തിൻ്റെ തുടക്കം ഓർമ്മിക്കുന്നുണ്ടാവും. രാമായണം എഴുതിയ, രാമായണം രചിച്ച വാൽമീകി മഹർഷി, ആ വാൽമീകി മഹർഷി പിടിച്ചുപറിക്കാരനും കൊള്ളക്കാരനും ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ശൂദ്ര തത്വത്തിലേക്ക് പതറി വീണ വാൽമീകി ആകുന്നതിന് മുമ്പുള്ള രത്നാകരൻ ഒരു ദിവസം അവിചാരിതമായി ആ വഴി വന്ന സപ്തർഷികളെ തടഞ്ഞു നിർത്തി. സപ്തർഷികളുടെ കയ്യിലുള്ള വസ്ത്രവും മറ്റു സാധനങ്ങളും പിടിച്ചുപറിക്കാനായി തയ്യാറാകുമ്പോൾ ഇവന്റെ ഉള്ളിലുള്ള ആ ബ്രഹ്മതത്വത്തിന്റെ നേരിയ അംശം അവർക്ക് ബോധ്യപ്പെട്ടതനുസരിച്ചിട്ട് അവർ ചോദിച്ചു, നീ ചെയ്യുന്നത് മഹാപാപമാണ്. ഈ മഹാപാപത്തിന്റെ ഫലം ആരാണ് അനുഭവിക്കുക? നീ തന്നെ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. അപ്പോ രത്നാകരൻ അവരോട് പറഞ്ഞു, അത് ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ഭാര്യയെയും കുട്ടികളെയും പരിചരിക്കുന്നതിനു വേണ്ടിയും അവർക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഏത് ക്രൂരപ്രവൃത്തിയാണെന്ന് തോന്നിയാൽ പോലും അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പിടിച്ചുപറിയുടെ ഉത്തരവാദിത്വവും ഞങ്ങളെല്ലാവരും കൂടി പങ്കെടുക്കും. അവരങ്ങനെ സമ്മതിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരങ്ങനെ സമ്മതിച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ടില്ലായിരുന്നു. അതിൽ മനം നൊന്ത രത്നാകരൻ അവരോട് പറഞ്ഞു, ഞാൻ വരുന്നവരെ നിങ്ങൾ ഇവിടെ നിൽക്കണം, ഞാനൊന്ന് വീട്ടിൽ പോയി ചോദിച്ചിട്ട് വരാം. രത്നാകരൻ ഓടി. അവിടെ ചെന്ന് വീട്ടിൽ ഭാര്യയെയും കുട്ടികളെയും ഒരുമിച്ച് വിളിച്ചുകൂട്ടി ചോദിച്ചു, ഞാൻ ചെയ്യുന്ന ദുഷ്ടകർമ്മങ്ങളുടെ ഫലമായിട്ട് ലഭിക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മളെല്ലാവരും പങ്കിട്ടാണ് അനുഭവിക്കുന്നത്. അതനുസരിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് പാപഭാരമുണ്ടെങ്കിൽ ആ പാപഭാരവും നമ്മൾ പകുത്തല്ലേ എടുക്കുക. യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ രാമായണത്തിൽ ഒറ്റ പ്രാവശ്യം നമുക്ക് മുഖം തരുന്ന രത്നാകരൻ്റെ ഭാര്യ രംഗത്തു എന്ന് പറഞ്ഞു, അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിച്ചേ തീരൂ. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ ഏതായിരുന്നാലും അതിൻ്റെ ഗുണം ആയാലും ദോഷമായാലും അവനവൻ തന്നെ അനുഭവിച്ചേ തീരൂ. വളരെ നിരാശനായ രത്നാകരൻ അവിടെ നിന്നും വന്ന് സപ്തർഷികളുടെ മുമ്പിൽ പശ്ചാത്താപവിവശനായി നിന്നപ്പോൾ അവർ പറഞ്ഞു, നീ ആ കാണുന്ന വലിയ മരത്തിൻ്റെ ചുവട്ടിൽ രാമശബ്ദം തിരിച്ചിട്ട്, അതായത് പുറകോട്ടെഴുതി രാമശബ്ദം മറിച്ചിട്ട് അവരോട് മരാ മരാ മരാം എന്ന് ജപിച്ചുകൊള്ളാൻ ആവശ്യപ്പെട്ടു. ആവർത്തിച്ച് മരം 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 എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നും
തെളിഞ്ഞു വന്നത് താരക ബ്രഹ്മമന്ത്രമായിട്ടുള്ള രാമശബ്ദമാണ്. ആ ശബ്ദത്തിൽ നിന്നും എന്ത് ലഭിച്ചു? രത്നാകരൻ എന്ന് പറയുന്ന കൊള്ളക്കാരനും കൊലപാതകയും എല്ലാ ദുഷ്ട പ്രവൃത്തികളുടെയും കേന്ദ്രമായിരുന്ന ആ മനുഷ്യന് വന്ന വ്യതിയാനം അദ്ദേഹത്തെ സപ്തർഷികൾ പിൽക്കാലത്ത് ഏതാണ്ട് 60,000 വർഷമാണ് അദ്ദേഹം തപസ് ചെയ്തു എന്ന് രാമായണത്തിൽ വ്യക്തമാക്കുന്നത്. ഈ 60,000 വർഷത്തെ തപസ് കഴിഞ്ഞപ്പോൾ സപ്തർഷികൾ വന്ന് ആ മഹാമുനെ എന്ന് വിളിക്കുന്നതിന് പകരം ബ്രഹ്മർഷേ എന്നാണ് സംബോധന ചെയ്തത്. എന്താണ് ഈ കഥയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മര 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 എന്ന ശബ്ദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന രാമശബ്ദമാണ് രത്നാകരനെ ശുദ്ധീകരിച്ചതും രത്നാകരനെ ബ്രഹ്മർഷിയാക്കി മാറ്റിയതും. അതുപോലെ ശബരിമല തീർത്ഥാടകർ ഉള്ളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അർത്ഥബോധത്തോടു കൂടിയാണ് പറയേണ്ടുന്നത് എങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ശാശ്വതമായ സമാധാനം എത്ര വലുതാണ് എന്ന് വ്യക്തമാക്കാനാണ് അയ്യപ്പനുണ്ടകത്ത് ഓം സ്വാമി നിൻ്റകത്തോം. ഇത് ആവർത്തിച്ച് പറയുമ്പോൾ കിട്ടുന്ന പരിണിത ഫലമായിട്ടുള്ളതാണ് ആ ശബ്ദം അയ്യപ്പ തിന്തകത്തോം. ഈ അർത്ഥം മനസ്സിലാക്കി വേണം ഇത് നമ്മൾ ജപിക്കാൻ. അതിനുവേണ്ടിയാണ് ഇത് ഇത്രമാത്രം വിശദീകരിച്ചത് എന്നറിയുക. എന്തായാലും പേട്ട പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തേത് അമ്പലപ്പുഴക്കാരാണ്, രണ്ടാമത്തേത് ആലങ്ങാടുകാരാണ്. പേട്ടയ്ക്ക് ശേഷം എന്ത് എന്ന് ചോദിച്ചാൽ, കുളിച്ചു, ഈ ചായങ്ങളെല്ലാം കളഞ്ഞു, അതെല്ലാം കഴിഞ്ഞ് വൃത്തിയായി കുളിച്ച് ശുദ്ധമായി വലിയമ്പലത്തിൽ കടന്നു വന്ന് ദർശനം നടത്തിയതിനു ശേഷമാണ് കാനനപാതയിലൂടെ മുമ്പോട്ടേക്കുള്ള യാത്ര. ആ യാത്ര ചെന്നെത്തി നിൽക്കുന്നത്, അതിൻ്റെ യാത്രയുടെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് അടുത്ത ഇതിൽ പറയാം. സന്നിധാനത്താണ് നമ്മൾ ചെന്നെത്തുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം പേട്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ. അല്ലാത്ത പക്ഷം അത് അർത്ഥമറിയാതെയുള്ള ജൽപ്പനങ്ങളും അർത്ഥമറിയാതെയുള്ള പ്രവർത്തനങ്ങളും മാത്രമായി മാറും. അതൊഴിവാക്കുക. ആദ്യം നമുക്ക് വാഹനത്തിൽ പോകുന്നവരുടെ കാര്യം ചിന്തിക്കാം. സന്നിധാനത്തേക്ക് പോകുന്നത് രണ്ടു കൂട്ടരും ഒരുമിച്ച് പമ്പയിൽ സമ്മേളിച്ചായതുകൊണ്ട്, അതായത് വാഹനത്തിൽ പോകുന്നവരും കാനനപാതയിലൂടെ, അതായത് പരമ്പരാഗത പാതയിലൂടെ യാത്ര ചെയ്യുന്നവരും ചെന്നെത്തുന്നത് പമ്പയിലായതുകൊണ്ട് പമ്പ വരെയുള്ളതിലെ വാഹനത്തിലുള്ള യാത്രയാണ് നമ്മൾ ആദ്യത്തേതിൽ എടുക്കുന്നത്. എരുമേലിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടാൽ വാഹനത്തിൽ നമ്മൾ ചെന്നെത്തി നിൽക്കുന്ന ബേസ് ക്യാമ്പ് എന്നുദ്ദേശിക്കുന്നത് നിലയ്ക്കലാണ്. അതിനിടയ്ക്ക് പ്ലാപ്പിള്ളിയുണ്ട്, അതുപോലെ തന്നെ കാനന പ്രദേശങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ചെന്നെത്തി അതൊരു ക്യാമ്പ് എന്ന നിലയിൽ പറയാൻ സാധിക്കുന്നത് അടിസ്ഥാനപരമായി നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ നിലയ്ക്കലിൻ്റെ ചരിത്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടം ഒരു വലിയ ജനപഥമായിരുന്നു എന്ന് വ്യക്തമാക്കിയ ആ സ്ഥലം ഇന്നത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് 110 ഏക്കറോളം 110 ഹെക്ടറോളം ഭൂമി ദേവസ്വം ബോർഡിന് അധികാരപ്പെട്ടതാണ്. അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നത് ഒരു വലിയ ചിന്താവിഷയമാണ്. കാരണം വരുന്നിടത്തോളം വാഹനങ്ങൾ മുഴുവനും നിലയ്ക്കലിൽ ഒരുമിപ്പിച്ചു കൂട്ടിക്കൊണ്ട് അവരെ ആരെയും താഴേക്ക് വിടാതെ, പമ്പയിലേക്ക് വിടാതെ ഈ സ്വാമിമാരെ മുഴുവനും ഉപദ്രവിക്കുന്ന അഥവാ വിൽപ്പനച്ചരക്കാക്കുന്ന ഒരവസ്ഥയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും അതോടൊപ്പം KSRTCയും ചേർന്ന് നടത്തുന്നത്. വാഹനത്തിൽ വരുന്ന, അതായത് വാനിൽ വരുന്ന, ബസ്സിൽ വരുന്ന മുഴുവൻ തീർത്ഥാടകരെയും പമ്പയിൽ എത്തുന്നതിന് വേണ്ടി നിലയ്ക്കലിൽ തടഞ്ഞ് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യിച്ച് അവരെ KSRTC ബസ്സിൽ കയറ്റി വിടുമ്പോൾ അവരോട് എന്തെങ്കിലും മാന്യത പുലർത്തുന്നുണ്ടോ എന്നുകൂടി നമ്മൾ അറിയേണ്ടതാണ്. മാന്യത എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ വ്യാപ്തിയുള്ളതാണ്. ഈ വരുന്ന വാഹനങ്ങൾ പമ്പയിലെത്തി പമ്പയിൽ അവരെ ഇറക്കിവിടാൻ സാധിച്ചാൽ ഉണ്ടാവുന്നതിനേക്കാൾ
ബുദ്ധിമുട്ടും ത്യാഗവുമാണ് കേവലം 17 കിലോമീറ്റർ ദൂരം മാത്രമുള്ള നിലയ്ക്കൽ പമ്പ യാത്രയ്ക്ക് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർ അനുഭവിക്കാൻ പോകുന്നതിൻ്റെ ആദ്യ പടിയാണ് നിലയ്ക്കലിൽ നിന്ന് പമ്പ വരെയുള്ള യാത്ര. 52 സീറ്റുള്ള KSRTC ബസ്സിൽ സ്വാഭാവികമായും കയറുന്നത് 60 പേരെ കയറ്റിയിട്ട് വണ്ടി വിട്ടാലും നമുക്ക് പിന്നെയും സഹിക്കാം. അതിനു പകരം ഏതാണ്ട് 100ഓളം പേരെ കുത്തി നിറച്ചു വിടുമ്പോൾ ഇത്രയും ദൂരം 17 കിലോമീറ്റർ താണ്ടുന്നതിന് 50 രൂപ വാങ്ങിക്കുമ്പോൾ ഓർമ്മിക്കുക, 1 കിലോമീറ്റർ യാത്രയ്ക്ക് അങ്ങോട്ടേക്ക് മാത്രം വാങ്ങുന്നത് 3 രൂപയ്ക്ക് മുകളിലാണ്. എത്രമാത്രം നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് സ്വാമിമാരോട് ചെയ്യുന്നത് എന്നോർക്കുക. ഈ സ്വാമിമാർ കേരളത്തിൽ എത്തുമ്പോൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവരുടെ കണക്ക് തന്നെ എടുത്തിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഒരു ദിവസം 1,00,000 പേര് എന്നുള്ളതിന് 10,000 പേരുടെ കുറവേ ഉള്ളൂ. 80,000 പേരെ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നു, 10,000 പേരെ ഹൈക്കോടതി അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ 90,000 പേര്. ആ 90,000 പേര് എന്ന് ഉദ്ദേശിച്ചാൽ തന്നെ അവർ വാങ്ങുന്ന ഓരോ ദിവസത്തെയും ഓരോരോ സാധനങ്ങളുടെ ടാക്സ് ഇനത്തിൽ എത്ര ലക്ഷം രൂപ ഇവിടെ ഗവൺമെന്റിന് കിട്ടുന്നുണ്ട് എന്നാലോചിച്ച് നോക്കുക. നുണ പറയില്ലാത്ത നമുക്കൊരു മന്ത്രി ഉണ്ടായിരുന്നു ദേവസ്വത്തിന്. അദ്ദേഹത്തിൻ്റെ പേര് സുധാകരൻ എന്നാണ്, ജി സുധാകരൻ. ആ ജി സുധാകരൻ മന്ത്രി പറഞ്ഞത്, ശബരിമല തീർത്ഥാടന കാലത്ത് കേരളത്തിന് ടാക്സ് ഇനത്തിൽ ലഭിക്കുന്നത് ഏകദേശം 10,000 കോടി രൂപയാണ്. 10,000 രൂപയല്ല, 10,000 കോടി രൂപയാണ്. ഈ 10,000 കോടി രൂപ ടാക്സ് ഇനത്തിൽ, വിവിധ ടാക്സുകളുടെ ഇനത്തിൽ വിവിധ സാധനങ്ങളുടെ ടാക്സായി ലഭിക്കുമ്പോൾ ഗവൺമെന്റ് നിങ്ങൾ എന്താണ് ഈ തീർത്ഥാടകർക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഉറപ്പായും പറയാം, പരമാവധി ഉപദ്രവങ്ങൾ നൽകുക എന്നതിൽ കവിഞ്ഞ് അവർക്ക് ആവശ്യമായ യാതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നിലയ്ക്കലാണ് നിൽക്കുന്നത്. ആ നിലയ്ക്കലിൽ വെള്ളത്തിൻ്റെ ദൗർലഭ്യമാണ് ഏറ്റവും വലുത്. നോക്കുക, അവിടെ ഒരു ചതുപ്പ് പ്രദേശമുണ്ട്. അതായത് പള്ളിയറക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ സമീപത്തായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ചതുപ്പ് നിറഞ്ഞ ഒരു പ്രദേശം. അവിടെ ഒരു വലിയ ജലാശയത്തിന് ധാരാളം സ്കോപ്പുണ്ട്. ഒരു വലിയ ജലാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തടാകമൊന്നും വേണ്ട, ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 അടി നീളവും അതിനനുസരിച്ചിട്ടുള്ള വീതിയും ഒരു 20 അടി ആഴവുമുള്ള ഒരു കുളം കുത്തിയാൽ അതിൽ നിന്ന് കിട്ടുന്ന ജലം ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, 10,000-ത്തിന് ഏറെ വാഹനങ്ങളിൽ വരുന്നത് ആളുകൾ, അവര് 2 പേര് വെച്ച് കൂട്ടിയാൽ ഇവരെങ്ങും പോകാൻ നിവൃത്തിയില്ലാതെ ഈ 20,000 പേരും അവിടെ തന്നെ കഴിയേണ്ടവരാണ്. അവർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ ഇവിടെ ഒരു വിഷമവുമില്ലാതെ ഏർപ്പെടുത്താം. അതിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞാൽ കുടിവെള്ളം വേറെങ്ങും നിന്നും കൊണ്ടുവരേണ്ടതില്ല, അവിടെ തന്നെ അത് ലഭ്യമാകുന്നതാണ്. പക്ഷെ ഇതിനൊന്നും സാഹചര്യമില്ലാതെ ആളുകളുടെ തിരക്ക് വർദ്ധിച്ചു കഴിയുമ്പോൾ ആ തിരക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുടിവെള്ളം പോലും ലഭ്യമാകാത്ത ഒരു സാഹചര്യമാണ് നിലയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശം. അതിന് വസ്തുവില്ലാത്തത് കൊണ്ടല്ല, ഏതാണ്ട് 110 ഹെക്ടാർ ഭൂമി എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 300 ഏക്കറിന് മുകളിലുള്ള വലിയൊരു ഭൂപ്രദേശമാണ് ദേവസ്വം ബോർഡിന് ഇതുവഴി ലഭ്യമായിരിക്കുന്നത് എന്നറിയണം. ഇന്നത്തെ സാഹചര്യത്തിൽ നിലയ്ക്കലിൽ യാതൊരു കാരണവശാലും യാതൊരു തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നും വരുന്നില്ല, ഒന്നും തയ്യാറാക്കുന്നില്ല. വാഹനങ്ങൾ പിടിച്ചിടുക എന്നതിൽ കവിഞ്ഞ് യാതൊന്നും ചെയ്യാൻ തയ്യാറുമാകുന്നില്ല. ഏറ്റവും ചുരുങ്ങിയ നിലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയിട്ടുള്ള ഒരു ഉത്തരവനുസരിച്ചാണെങ്കിൽ പമ്പയിൽ ഏതാണ്ട് 5,000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ ചെറുവാഹനങ്ങൾക്ക് ഉള്ളത് ഉപയോഗപ്പെടുത്താൻ തയ്യാറായാൽ ചെയ്യേണ്ടുന്നത് ചെറുവാഹനങ്ങളിൽ, കാറുകളിൽ വരുന്ന ആളുകളെ, ചെറിയ വാഹനങ്ങളിൽ വരുന്ന ആളുകളെ പമ്പയിലെത്തി പമ്പയിൽ നിന്നും ആ വാഹനങ്ങൾ പരമാവധി അവിടെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ചെയ്യേണ്ടുന്നതാണ്. അത്രയും ചെയ്യുന്നത് തന്നെ വലിയ ഉപകാരമാണ്. പക്ഷേ ഒരു കാരണവശാലും പീക്ക് അവേഴ്സ് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത്, പോലീസ് ചെയ്യുന്നത്,
കഴിഞ്ഞ വർഷം നടു റോഡിലും വനത്തിന്റെ മധ്യത്തിലും ഒക്കെ ആളുകളെ തടഞ്ഞിട്ട് ഏതാണ്ട് 2ലേറെ ആളുകൾ വഴിയിൽ വെള്ളം കിട്ടാതെ മരിച്ച ഒരു സംഭവം കൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടതാണ്. ഇതിന് മാറ്റം ഉണ്ടായേ പറ്റൂ, മാറ്റം വന്നേ പറ്റൂ. അത് തീരുമാനം എടുക്കേണ്ടുന്നത് KSRTCയോ ദേവസ്വം ബോർഡും ഗവൺമെന്റും കൂടി ആലോചിച്ച് ഇന്നത്തെ KSRTCയുടെ മേൽക്കോയ്മ അവസാനിപ്പിച്ചേ പറ്റൂ. ഇവിടുത്തെ ഒരു സന്നദ്ധ സംഘടനകൾ 2 അതായത് ശബരിമല അയ്യപ്പ സേവാ സമാജം കഴിഞ്ഞ വർഷവും ഈ വർഷം വിശ്വ ഹിന്ദു പരിഷത്തും ഏതാണ്ട് 180 ഫ്രീ ബസ്സുകൾ പമ്പയിലേക്ക് സർവീസ് നടത്താൻ നിലയ്ക്കലിൽ നിന്ന് നൽകാമെന്ന് പറഞ്ഞിട്ടപ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാവാതെ പൂർണ്ണമായിട്ടും അതിനെ നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ട് KSRTCയിലൂടെ മാത്രമേ യാത്രക്കാർ ആയിട്ട് അയ്യപ്പസ്വാമിമാർ പോകാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചത് അയ്യപ്പന്മാരോടുള്ള വിശ്വാസം കൊണ്ടല്ല, അയ്യപ്പന്മാരെ സഹായിക്കാനുള്ള മനസ്ഥിതിയല്ല, പൂർണ്ണമായിട്ടും അവരെ ഉപദ്രവിക്കാനുള്ള മനസ്സാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്പെഷ്യൽ സർവീസ് എന്ന നിലയിൽ ആലോചിച്ചു നോക്കുക. സാധാരണ നിലയിൽ ഉപയോഗപ്പെടുത്തുന്ന ചാർജിന്റെ ഏതാണ്ട് ഇരട്ടിയോളം ചാർജാണ് സ്പെഷ്യൽ സർവീസ് എന്ന നിലയിൽ നടത്തുന്നത്. ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമല്ലേ? ഇത്രയും പണം ടാക്സ് ഇനത്തിൽ നൽകുന്ന ഒരു ജനവിഭാഗത്തെ വീണ്ടും പരമാവധി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് എന്ന് നമുക്ക് തെളിയിക്കേണ്ടതായി വരും. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. ഏതാണ്ട് 1000 ബസ്സുകൾ വേണമെങ്കിലും നമുക്ക് തരാനായിട്ട് സാധിക്കും. അത് ഫ്രീ സർവീസ് നടത്താനും സാധിക്കും. ഇവിടെ തരാമെന്ന് പറഞ്ഞത് 100 ബസ്സുകളാണ്, 2 100കൾ 200 ബസ്. അത് വേണമെന്ന് വെച്ചാൽ 1000 ആക്കാം എന്നാണ് സൂചിപ്പിച്ചത്. പക്ഷേ 100 ബസ്സുകൾക്ക് പോലും ഒരു ബസ് പോലും ഫ്രീ ആയിട്ട് ഓടിക്കാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് ജനങ്ങളോടുള്ള ക്രൂരതയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. അങ്ങനെ നമ്മൾ പമ്പയിലേക്ക് എത്തുമ്പോൾ ഈ പമ്പ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മറ്റൊരു ബേസായിട്ട് സ്വാമിമാർക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അവിടെ എന്തെല്ലാം അസൗകര്യങ്ങളുടെ ഘോഷയാത്രയാണ് അവിടെ ഉള്ളത്. അവിടെ നിന്നും ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സ്വാമിമാരാണ് ഒരു തരത്തിലും അതിനകത്ത് ബദ്ധപ്പാടിൻ്റെ മാത്രം ബുദ്ധിമുട്ടിൻ്റെ മാത്രം ഇരകളായി മാറുന്നത് എന്ന് പറയാതിരിക്കാൻ തരമില്ല. അങ്ങനെ നമ്മൾ സംഭവിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പമ്പയിൽ നിന്ന് തിരിച്ചു വരാൻ തയ്യാറെടുത്ത് ദർശനത്തിന് ശേഷം തിരിച്ചു വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സ്വാമിമാർക്ക് ഏറ്റവും ചുരുങ്ങിയത് നീളമുള്ള ഒരു ക്യൂ തയ്യാറാക്കിക്കൊണ്ട് ഒരു ബസ്സിൽ 60-70 പേരിൽ കൂടുതൽ കൊണ്ടുപോരാൻ തയ്യാറില്ല എന്നുള്ള ഒരു തീരുമാനം എന്തായാലും ചൂഷണം ചെയ്യുകയാണ്. അത് 100 പേര് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അങ്ങനെ അതിന് തയ്യാറാകുന്ന പക്ഷം അതിനെതിരായിട്ട് സ്വാമിമാർക്ക് പ്രതികരിക്കേണ്ട സാഹചര്യം വരും. അതൊഴിവാക്കണം എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായി ചിന്തിക്കാനുള്ളത്. എന്തായാലും തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ശബരിമല ദർശനത്തിനായി എത്തുന്ന സ്വാമിമാര് ജനുവരി മാസം 11-ാം തീയതി അഥവാ 12-ാം തീയതി പേട്ട തുള്ളി ബസ് മാർഗേണ വരുന്ന വാഹനത്തിലൂടെ വരുന്നവർ നിലയ്ക്കലിലും നടന്നു വരുന്നവർ ഇലവന്താവളത്തിലൂടെ വേണമെങ്കിൽ ഇതിലെയും കടന്നു വരാം. പക്ഷേ അതിലും ഏറ്റവും നന്നായിട്ടുള്ളത് കരിമല കയറി കരിമല ഇറങ്ങി വലിയാനത്താവളത്തിലെത്തി അവിടെ നിന്നും പമ്പയിലേക്ക് എത്തുന്നതാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ളത് എന്ന് സംശയം വേണ്ട. എന്തായാലും സ്വാമിമാരെല്ലാവരും പമ്പയിൽ എത്തിച്ചേരുന്നു. ഇപ്പം നിലയ്ക്കലിൽ നിന്ന് വാഹനത്തിലൂടെ പോകുന്ന സ്വാമിമാരുടെ വിഷയങ്ങളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഈ സ്വാമിമാര് ഇന്നത്തെ സാഹചര്യത്തിൽ പമ്പയിലെത്തിയാൽ അവർക്കുണ്ടാകുന്ന ദുര്യോഗങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും നമുക്ക് കൂടുതലായി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം പമ്പയിൽ ഇറങ്ങി പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ശേഷം പമ്പ ശുചിയാക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട്
ഏറ്റവും ചുരുങ്ങിയത് 5000 വാഹനങ്ങളെങ്കിലും അവിടെ എത്താൻ കഴിയാതെ വരികയാണ്. ഇതിനാണൊരു മാറ്റം വരേണ്ടുന്നത്. തീർത്ഥാടകരോട് സൗമനസ്യത്തോടെയുള്ള പെരുമാറ്റത്തിനാണ് തയ്യാറാവുന്നതെങ്കിൽ, തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ, പമ്പയിലെത്തുന്ന ചെറുവാഹനങ്ങൾ പമ്പയിലാവാം. അതേപോലെ തന്നെ നമുക്ക് പമ്പയ്ക്കപ്പുറത്ത് ഹിൽ ടോപ്പിലേക്കും അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഹിൽ ടോപ്പിലായാലും പമ്പയിലായാലും നമുക്ക് വാഹനങ്ങൾ എത്ര പാർക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഉത്തരം ഏതാണ്ട് 5000-ഓളം വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ചെറുവാഹനങ്ങളെ ഒരു കാരണവശാലും പമ്പയിലേക്ക് വിടാതിരിക്കണം എന്നുള്ള ആ തീരുമാനത്തിന് മാറ്റമുണ്ടാവണം. മാറ്റമുണ്ടായേ തീരൂ. അത് തീർത്ഥാടകർക്ക് വേണ്ടിയാണ് ഈ വാദഗതി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ, വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.